ഇതൊരു വലിയ മാറ്റമല്ലേ? നവകേരള സദസ്സ് തുടങ്ങിയുള്ള ഓരോ സ്ഥലങ്ങളിലും പ്രമുഖരായ നേതാക്കന്മാർ വരുന്നു, സാധാരണ ആളുകൾ വരുന്നു. ഇത് കേരളത്തിലുള്ള വലിയ മാറ്റമാണ്. അവരെല്ലാം ഞങ്ങൾ കൈനീട്ടി ഇതിലേക്ക് സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നമ്മളെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പരിഹരിക്കാനുള്ള ആ പ്രവർത്തനത്തോട് പൂർണ്ണാത്മന നമ്മൾ സഹകരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഈ ജില്ലയുടെ വികസന ആവശ്യങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് പരിഹാരം കാണാനുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ നയപരിപാടിയോട് ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അതാണ് അതിൻ്റെ സത്യം. DCC പ്രസിഡന്റ്, മന്ത്രിമാര് നമ്മളെ സ്വീകരിക്കേണ്ടത് DCC പ്രസിഡന്റുമാരാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആലപ്പുഴയിൽ അത് സാധിച്ചില്ല, പത്തനംതിട്ടയിൽ ശ്രീ സജി ചെറിയാൻ അത് സാധിച്ചു. നമ്മുടെ തോമസ് ഐസക് സാർ ഇവിടെ വന്നല്ലോ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ആലപ്പുഴയുടെ സ്പർശം അതിനകത്ത് ശ്രീ ഫിലിപ്പോസ് തോമസ്, മാത്രമല്ല മുൻ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഫിലിപ്പോസ് തോമസ് CPIM-മായി സഹകരിച്ച് CPIM-ന്റെ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. എങ്ങനെയാണ് ഇവരെ വെൽക്കം ചെയ്യുന്നത്? തീർച്ചയായും കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ വന്ന ഇവരെ ജനങ്ങൾ സ്വീകരിക്കും. അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തുടരാൻ പറ്റില്ല എന്ന് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. അവരെടുത്ത തീരുമാനത്തിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത, കോൺഗ്രസിന് ആസ്ഥാനം ഉണ്ടാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് ഫിലിപ്പോസ്. അദ്ദേഹം CPM-ലേക്ക് പോയപ്പോൾ കോൺഗ്രസിന്റെ പരാജയം കൗണ്ട് ഡൗൺ തുടങ്ങി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ സജി, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ്. നേരത്തെ ശ്രീ TM തോമസ് ഐസക് പറഞ്ഞത് കേട്ടല്ലോ രണ്ടുപേരും. അതായത് മുഖ്യമന്ത്രിയെ നിങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നു, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പത്തനംതിട്ടയിൽ ഈ ദിവസം നിങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന നിലയിൽ, അല്ലെങ്കിൽ കൂടുതൽ സഹകരിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെ ഈ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പരിഹരിക്കാനുള്ള ആ പ്രവർത്തനത്തോട് പൂർണ്ണാത്മന നമ്മൾ സഹകരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഈ ജില്ലയുടെ വികസന ആവശ്യങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് പരിഹാരം കാണാനുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ നയപരിപാടിയോട് ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അതാണ് അതിൻ്റെ സത്യം. പത്തനംതിട്ടയുടെ മന്ത്രിയെ കണ്ടില്ല. വെൽക്കം അല്ലേ? വെൽക്കം ഹാർട്ടി വെൽക്കം. പ്ലീസ് എല്ലാവരും സംസാരിച്ചു. ഇനി ഈ ഹസ്തദാനം ഒരു പ്രത്യേക ഹസ്തദാനം ആയിരുന്നു, അതുകൊണ്ട് ഇത് പത്തനംതിട്ടയിൽ വരുത്തുന്ന ഒരു മാറ്റം മിനിസ്റ്ററുടെ ഒരു കാഴ്ചയിൽ ഇവരൊക്കെ ഈ സദസ്സിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ സ്വാഗതാർഹമാണ്. കാസർഗോഡ് മുതൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഈ ഗവൺമെൻറ് ഉയർത്തുന്ന വിഷയങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമായി അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് ഉത്തരവാദിത്വമുള്ള നേതാക്കൾ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യം. അതായത് പത്തനംതിട്ടയുടെ ചാർജുള്ള മന്ത്രിയാണ്, അപ്പോൾ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിയുമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. രണ്ടുപേരെയും ബഹുമാന്യരായിട്ടുള്ള സമുന്നതരായ നേതാക്കളാണ് രണ്ടുപേരും. എത്രയോ വർഷങ്ങളായിട്ട് പത്തനംതിട്ടയുടെ രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുന്നവരാണ്. അദ്ദേഹം DCC പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം അതുപോലെ ഉന്നതമായ സ്ഥാനം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൃദയപൂർവ്വമായ സ്വാഗതം. മുഖ്യമന്ത്രിയും കൂടെ വന്നിട്ട് കണ്ട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി വീണ ജോർജ്, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, ഫിലിപ്പോസ് തോമസ്, അതുപോലെ മുൻ DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് നേതാക്കൾ, മന്ത്രി ഇപ്പോൾ P പ്രസാദ് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ മന്ത്രിമാരെ കണ്ടു. ശ്രീ ആന്റണി രാജു, ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ P രാജീവ്, ശ്രീ V ശിവൻകുട്ടി അടങ്ങിയ മന്ത്രിമാരെല്ലാം ഇപ്പോൾ വന്ന് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്തനംതിട്ടയുടെ രാവിലത്തെ പ്രഭാത യോഗം കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയായി മാറിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ പ്രഭാത യോഗത്തിലേക്ക് ഇതൊരു സർപ്രൈസ് ആയോ? പിന്നെ നമ്മുടെ പഴയ കക്ഷികളല്ലേ, എൻ്റെ നല്ല സൗഹൃദമല്ലേ. എത്രയോ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആയിരുന്നു പ്രസാദ് ഇവിടെ CPI ജില്ലാ സെക്രട്ടറി, ഇദ്ദേഹം DCC പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിന്റെ ഭാരവാഹി.
അത് ഇതെല്ലാം വളരെ ഇതായിട്ട് ജില്ലയിൽ നിറഞ്ഞു നിന്ന് മന്ത്രിയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നടന്നു വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നത് മിനിസ്റ്ററുടെ ഓരോ മുക്കും മൂലയും അറിയുന്ന ഒരു മിനിസ്റ്റർ കൂടിയാണ്. CPI ജില്ലാ സെക്രട്ടറി ആയി 5 വർഷത്തിലധികമായി ഈ ജില്ലയിലുണ്ടായിരുന്ന ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന ആളാണ്. അവിടെ എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരായി വളരെ അടിയട്ടം നന്നായി ഒന്ന് പ്രവർത്തിച്ച ആൾക്കാരാണല്ലോ. ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ പരം ഒരു സർപ്രൈസ് തരാനില്ല നിങ്ങൾക്ക്. ഇപ്പോഴും പത്തനംതിട്ട ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള വിസ്മയങ്ങളെ ഒളിപ്പിച്ചു നോക്കും. അതെ, പല വിസ്മയങ്ങളിൽ ഒരു വിസ്മയമാണ് എന്നോടത് പറഞ്ഞത്. ഇതാ മറ്റൊരു വിസ്മയം നിൽക്കുന്നു, ശ്രീ ഫിലിപ്പോസ്. അപ്പോൾ പത്തനംതിട്ടയുടെ പ്രഭാത യോഗം യഥാർത്ഥത്തിൽ വേറൊരു കളർ ലെവലിലേക്ക് പോവുകയാണ്. വളരെയധികം പൊളിറ്റിക്കലായി വരുന്ന ഒരു ജില്ലയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്ന വിധമുള്ള ഒരു വലിയ സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത 2019 അപേക്ഷിച്ച് BJP നിന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ആളുകൾ CPM-ലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കും വരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ സന്ദർഭത്തിലല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ പരമ്പരയാണ്. അതിലേറ്റവും നിർണായകമായിട്ടുള്ള മാറ്റമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ DCC പ്രസിഡന്റ് ഇരുവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുന്ന ദിവസം തന്നെ അത് തിരഞ്ഞെടുത്തതും ഏറ്റവും ഉചിതമായി മുഖ്യമന്ത്രി ഇവരോട്ട് നിന്ന് ഇവിടെ വെച്ച് സംസാരിക്കും. CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടി ഈ പാനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മുൻ DCC പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാം ഇടതുപക്ഷത്തോട് വിശേഷിച്ച് CPM-നോട് സഹകരിക്കാൻ വരുന്ന ഒരു ഘട്ടം. CPM ജില്ലാ സെക്രട്ടറി അവർ ഈ പ്രഭാത ഭക്ഷണ സദസ്സിൽ പങ്കെടുക്കുന്നത് ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ മന്ത്രിമാർ ഇവിടെ എത്തുമ്പോൾ ഈ നാടിനോടുള്ള അവരുടെ താല്പര്യവും വികസനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയുമാണ് അവർ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതാണ് റാന്നി MLA ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത് ശ്രീ പ്രമോദ് നാരായണൻ? ഇതൊരു വലിയ മാറ്റമല്ലേ? നവകേരള സദസ്സ് തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും പ്രമുഖരായ നേതാക്കന്മാർ വരുന്നു, സാധാരണ ആളുകൾ വരുന്നു. ഇത് കേരളത്തിൽ ഇതിനുള്ള വലിയ മാറ്റമാണ്. അവരെല്ലാം ഞങ്ങൾ കൈനീട്ടി ഈ ഇതിലേക്ക് സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് എത്രയോ മാതൃകാപരമായ സമീപനമാണ് മുഖ്യമന്ത്രി പ്രാരംഭത്തിൽ സംസാരിച്ചതും അതോടൊപ്പം ഇന്നലെ തുടർന്ന് വന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും. അവസാന യോഗത്തിൽ പോലും മുഖ്യമന്ത്രി സംസാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളിലും അവരെ സ്വാഗതം ചെയ്യുന്നത്. ഗവൺമെൻറ് പറയുന്ന വികസന കാര്യത്തിൽ നമുക്ക് ഒരേ ലക്ഷ്യമുള്ളൂ, അതിനകത്ത് മറ്റിതര വിഷയങ്ങൾ കാണേണ്ടതില്ല. അതിനോട് യോജിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണല്ലോ കോൺഗ്രസിൻ്റെ ഉന്നതരായ സ്ഥാനങ്ങളുമായി മുൻ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. വളരെ സ്വാഗതാർഹം. ഇത് കേരള പൊതുജനതയ്ക്കൊരു മാതൃകയാണ്. വിവാദങ്ങളെക്കാൾ ഏറെ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാരുമായി സഹകരിച്ചു പോവുക എന്നുള്ള ലക്ഷ്യമാണ് അവർ ഉൾക്കൊള്ളുന്നത്. അത് ജനകീയമാണ്. ഇവർക്കാണ് ജനങ്ങളിൽ അംഗീകാരമുള്ള നേതാക്കന്മാരെന്നുള്ളത് പൊതുസമൂഹം അംഗീകരിക്കപ്പെടുന്ന നേർക്കാഴ്ചയാണ് പത്തനംതിട്ട കാണുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ വലിയ നേതാവാണ്. KSUവിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഏറ്റവും സജീവമായ, ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലങ്കയ്യായിരുന്ന ഒരാളാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അവരൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ വരണമെങ്കിൽ ഏതായാലും ഗവൺമെൻറ് വിളിച്ചിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളത് തന്നെയും കാണാൻ വരുന്നു, സംസാരിക്കാൻ വരുന്നു, വളരെ പോസിറ്റീവാണ്. എല്ലാവിധ സ്വാഗതവും ഇവർക്ക് എല്ലാം അറിയുകയാണ്. പത്തനംതിട്ട അതിവേഗത്തിൽ രാഷ്ട്രീയ മാറ്റം വരുന്ന ജില്ലകളിലൊന്നാണ്. നമ്മുടെ നോക്കൂ, ഫിലിപ്പ് തോമസ് ഉണ്ട്, ഇവരെല്ലാവരും തന്നെ ഒരു കേരളത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ച് നവകേരള സദസ്സിൻ്റെ ഭാഗമായി വരികയാണ്. ഇത് നമ്മുടെ നാട്ടിലാകെ വരുന്ന മാറ്റമാണ്. നാടിനു വേണ്ടി നിൽക്കുക എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കേരളത്തിനെതിരെ നിൽക്കുന്നവർക്ക് ഒരു ശക്തമായിട്ടുള്ളൊരു സന്ദേശം കൂടി ഇവരുടെ ഈ വരവ് നൽകുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്.